പുഴയ്ക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഭയങ്കര വേദനാജനകമാണ്. അതിൻ്റെ അപ്പുറത്തും കാടാണ്, ഇതിൻ്റെ മറുവശവും കാടാണ്. കാരണം വെള്ളം ഇവിടേക്കാണ്, ഏത് ഭാഗത്താണ് കയറി തളം കെട്ടി നിൽക്കുന്നത്. അവിടെ വെള്ളം കുറഞ്ഞു പോയ സ്ഥലത്ത് മയ്യത്തുകൾ ബോഡികൾ ഉണ്ടോ എന്ന് നോക്കിക്കാണ്ടാണ് ഞങ്ങൾ 5-6 കിലോമീറ്റർ ഇപ്പോൾ ഉള്ളിലേക്ക് നടന്നു വന്നത്. ആ പോരുന്ന കൂട്ടത്തിലാണ് ഞങ്ങൾക്ക് 3 ബോഡി ഇപ്പോൾ കിട്ടി. അതിപ്പോൾ പോലീസിൻ്റെ ഇതിൽ കൊണ്ടുപോയി, അവർ കൊണ്ടുപോയി, ആംബുലൻസ് കൊണ്ടുപോയി. ഇനിയുള്ളത് ഇതാണ്, ഏത് ഭാഗത്താ തെരയുക എന്നുള്ളൊരു കൺഫ്യൂഷൻ. കാരണം ആ ഭാഗത്ത് കൂടി ചാലിയാർ ഒഴുകുന്നുണ്ട്, ഈ ഭാഗത്ത് കൂടി ചാലിയാർ ഒഴുകുന്നുണ്ട്. കഴിഞ്ഞ 2018 പുഴ തിരിഞ്ഞൊഴുകിയ ഒരു ഭാഗം കൂടിയാണ്. കാരണം ഇവിടുത്തെ അവസ്ഥ അതിൻ്റെ മറുകരയ്ക്ക് പോകാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ അത്രക്കും വീതിയുണ്ട്. 100-200 മീറ്റർ വീതിയിലാണ് ഇപ്പോൾ പുഴ ഒഴുകുന്നത്. മുകളിൽ സ്കൂളിൻ്റെ ഇതിലാണ് ക്യാമ്പ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നൊക്കെ ആളുകൾ എത്ര എണ്ണമാണ്. കാരണം ഞങ്ങൾക്ക് ഈ പോരുന്ന ബൈക്ക് 3 ബോഡികൾ ഇക്കരന്ന് കിട്ടാനുണ്ടെങ്കിൽ അപ്പോൾ എത്ര ആളുകൾ അവിടുന്ന് വന്നിട്ടുണ്ടാവും എന്നുള്ളൊരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാൻ കഴിയുന്നതാണ്.